കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം, രാവിലെ നിർമ്മാല്യ ദർശനം, എണ്ണാഭിഷേകം, വാഗച്ചാർത്ത്, ശംഖാഭിഷേകം എല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ മലർ നിവേദ്യം കഴിഞ്ഞ് 4 മണിയോടുകൂടി ഭഗവാന്റെ ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണനത് ആ ശ്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ്. ആ നെയ്വിളക്കിൻ്റെ എല്ലാം ശോഭയിൽ ആ പുഞ്ചിരിക്കൊരു കൂടുതൽ മാധുര്യമുണ്ടെന്ന് നമുക്ക് തോന്നും. കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചു, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്തൊരു സ്വർണ്ണ തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം, ദിവ്യകൈശോര വേഷരൂപം നമുക്കെല്ലാവർക്കും മനസ്സിന് ആനന്ദം തരുന്നതാണ്. ഈ രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ഭഗവാന്റെ നാരായണനാമം ചൊല്ലിയത് ആ സോപാനപ്പടിയിൽ വന്ന് ആ സോപാനപ്പടിയിൽ നിന്ന് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകും. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യ കൈശോര വേഷം രൂപം, ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് നോക്കിയാലോ. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ. ഒരു നിമിഷം കണ്ണടച്ച് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ. കണ്ണന് നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും. ആ സ്നേഹത്തിൽ കണ്ണൻ മതിമറന്ന് നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. ആ കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാകും. അതുറപ്പാണ്. ഉറച്ച വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും എപ്പോഴും ദിവസേന ഒരു നിഷ്ഠ പോലെ, നമുക്ക് ആചരണം പോലെ, നമ്മുടെ ഉപാസന പോലെ അത് ജപിക്കേണ്ടതാണ്. അത്യുത്തമമാണ് ഈ മന്ത്രം. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന മന്ത്രമാണ്. ഈ കലികാലത്ത് സാധാരണക്കാരായ നമുക്ക് ഗുരുവായൂരപ്പനെ ഭജിക്കുവാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ മന്ത്രമാണ്. ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്. ഈ മന്ത്രം ജപിച്ചാൽ ഇതെല്ലാം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ.